ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയാ യേ പ്രൗഢഗംഭീരവാചാ രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വതാമജ്ജദാവാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ഹരി ഓം. ഭഗവാൻ രമണ മഹർഷിയുടെ ഉപദേശസാരം ആണ് നമ്മൾ വിചാരം ചെയ്തു വരണത്. ഉപദേശം ആർക്കാണ് എന്ന് വെച്ചാൽ കർമ്മടന്മാരായിട്ടുള്ള ഋഷികൾക്കാണ് ഉപദേശം. ശിവൻ ഉപദേശം ഇത് ഉന്തീപര. ഇത് സാക്ഷാത് പരമേശ്വരൻ്റെ തന്നെ ഉപദേശമാണ്. എന്താ പരമേശ്വരൻ്റെ ഉപദേശം എന്ന് വെച്ചാൽ സാരോപദേശം, ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരമോന്നതമായ ലക്ഷ്യം എന്താണ്? പലർക്കും വൈദിക കർമ്മത്തിലൊക്കെ ഉണ്ട്, പല സ്വർഗപ്രാപ്തികളൊക്കെ പറയുന്നുണ്ട്. ഈ സ്വർഗപ്രാപ്തിയാണോ പരമോന്നതമായിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ സ്വപ്നം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ ഡ്രീം സ്റ്റേറ്റ്. ഒരു സ്വപ്നം പോലെ, സുഖാനുഭവമുള്ള സ്വപ്നം. സ്വപ്നത്തിൽ ധാരാളം ഭക്ഷ്യ വസ്തുക്കളൊക്കെ ഇരിക്കണോ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടുന്ന ഒരു സുഖം, സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള നല്ല സുഖാനുഭവങ്ങളൊക്കെയാണ് ഈ സ്വർഗം പറയണത്. എപ്പോൾ വരയ്ക്കും? ഒരു ഗ്ലാസ് വീണ് നമ്മൾ ഉണരണ വരയ്ക്കും. വെറും അദൃഢമാണ്, ഫലമോ അശാശ്വതമാണ്. അപ്പൊ ശാശ്വതമായിട്ടുള്ള ഫലത്തെ നമുക്ക് പറഞ്ഞു തരലാണ് ഒരു ഗുരുവിൻ്റെ ഉദ്ദേശം, ഒരു പരമേശ്വരന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് പരമേശ്വരന്റെ ഉള്ളിൽ നിന്നാണ് പലതരത്തിലുള്ള ഉപാസനകളും ഒക്കെ വന്നിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഉപാസന എന്തിനാണ്? നമ്മളെ അറിയാൻ വേണ്ടിയിട്ട്. ടു നോ അസ്. നമ്മളെങ്ങനെയാ നിലനിൽക്കുന്നത്? പ്രാണനെ കൊണ്ട്. പ്രാണൻ എന്താണെന്ന് അറിയല്. കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത. പ്രാണന്റെയും സൂക്ഷ്മമായ ഒരു തല ഉണ്ട്, അതാണ് മനസ്സ്. മനസ്സിന്റെയും സൂക്ഷ്മം വിജ്ഞാനം, വിജ്ഞാനത്തിന്റെയും സൂക്ഷ്മമായിരിക്കുന്നതാണ് ആത്മവസ്തു. അത് ആത്മകോശം, ആനന്ദമയ കോശം, ജസ്റ്റ് ലിമിറ്റഡ്. അതെല്ലാവരും അനുഭവിക്കും. എല്ലാവരിലും ഉണ്ട് ആനന്ദമയ കോശം. ഇല്ലെങ്കിൽ ജീവിക്കാനേ പറ്റില്ല. ആ ആനന്ദമില്ലെങ്കിൽ വി കനോട്ട് ലീവ് എ മിനിറ്റ്. ജീവിക്കാനേ പറ്റില്ല. ആനന്ദത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ പരമേശ്വരന്റെ മരുന്നാണിത്. ശിവൻ ഉപദേശം ഇത് ഉന്തീപര. പരമേശ്വരൻ പരമോന്നതമായ മരുന്ന് തരണു. എന്താ മരുന്നെന്ന് വെച്ചാൽ വേദാന്തം, വേദത്തിന്റെ സാരം എന്നർത്ഥം. വേദം അവസാനിക്കണു എന്നർത്ഥം. എപ്പോ വേദം അവസാനിക്കണു? അറിയാൻ ബാക്കിയില്ല എന്നൊരു ജിജ്ഞാസ നിവർത്തി ആർക്ക് വരണോ അപ്പൊ വേദം അവസാനിച്ചു. അപ്പൊ അറിയണം അറിയണം എന്നുള്ള ചിന്ത ആർക്കുള്ളതാണ്? മനസ്സിന്. എപ്പോ മനസ്സ് അസ്തമിക്കുമോ പിന്നെ അറിയാൻ ബാക്കിയൊന്നുമേ ഇല്ല. എത്ര സീക്ക് ചെയ്ത് സത്സംഗത്തിലിരുന്ന് ഇതിനെ അറിഞ്ഞിരിക്കുന്ന ആള് ഉറങ്ങിപ്പോയാൽ എല്ലാം പോയി ലയിച്ച് സുഖാനുഭവത്തിൽ ഇരിക്കുന്നത് പോലെ. അതുപോലെ സത്സംഗം എന്ന് പറയുന്നതും ഒരു മരുന്നാണ്. ആ മരുന്ന് വി ഹാവ് ടു ടേക്ക് ഇറ്റ്, ഉള്ളിൽ അപ്ലൈ ചെയ്യണം. അല്ലേ?
ഡോക്ടർ മരുന്ന് തന്നാൽ ആ മരുന്നിനെ വീട്ടിൽ കൊണ്ട് വച്ചിട്ട് കാര്യമില്ല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ആ വിഷയം. ആ മരുന്നിനെ പതുക്കെ പതുക്കെ എടുത്ത് യൂസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ രോഗം മാറണു എന്നല്ലാതെ ഒരു സ്പെഷ്യൽ കൊമ്പ് മുളയ്ക്കുകയോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വരുമോ ഒന്നുമില്ല. വെളിയിൽ സീക്ക് ചെയ്യണ അനുഭവം മരുന്ന് ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈഡ് ഇഫക്ട്സ് വരണു. ഈ മരുന്നിന് സൈഡ് ഇഫക്റ്റും ഇല്ല, വന്നിരിക്കുന്ന എഫക്റ്റിനെ അത് കളയും. അതാണ് മരുന്ന്, അതാണ് ഉപദേശം. ഈ മരുന്ന് 14 മന്ത്രവും മരുന്നാണ്. ആ മരുന്ന് എന്ത് ചെയ്യണം? ചുമ്മാ വച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിച്ച് ഉള്ളില് പാകപ്പെട്ട് വി വിൽ ഫീൽ അവർ നോർമാലിറ്റി. നമ്മളെ സമസ്ഥിതിയിൽ നമ്മൾ വരും. സമസ്ഥിതി എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി. അപ്പൊ എന്ത് രോഗമാണ് ബാധിച്ചിരിക്കുന്നത്? അജ്ഞാനം എന്നൊരു രോഗം. എന്തുകൊണ്ട് ആ രോഗം ബാധിച്ചിരിക്കുന്നു? മനസ്സ് എന്നൊരു ഭാഗം. അപ്പൊ രോഗത്തിനെ എങ്ങനെ നമ്മൾ നീക്കം ചെയ്യണം? അതേ മനസ്സുകൊണ്ട് തന്നെ നീക്കം ചെയ്യണം. വായുന ആനീയത്തെ മേകഃ പുനസ്തേനേവ നീയത്തെ മനസാ കൽപ്പിതോ ബന്ധഃ മുക്തതേനൈവ കൽപ്പിതഃ. ഒരു വായു ഈ കാറ്റ് അടിച്ച് ഒരു മേഘത്തിനെ കൊണ്ട് സൂര്യനെ മറയ്ക്കണം. അതേ കാറ്റ് തന്നെ മേഘത്തിന് സൂര്യപ്രകാശം കാണിച്ചു തരാനും നിർത്തുന്നു. അതുപോലെയാണ് ഈ മനസ്സാണ് സർവബന്ധത്തിനും കാരണമായിരിക്കുന്നത്. ഈ ലോകത്ത് കാണുന്ന സർവബന്ധത്തിനും കാരണം എന്താ? മനസ്സ് അല്ലെ? മനസ്സാണ് പോയി അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് ഒക്കെ വെക്കണത്. അതേ മനസ്സ് തന്നെയാണ് മുക്തിക്കും കാരണമാവണത്. എങ്ങനെയാ മുക്തിക്ക് കാരണത്? യസ്യസ്മരണ മാത്രേണ ജന്മസംസാര ബന്ധനാത്. ഏതൊന്നിനെ സ്മരിച്ചാലാണോ ജന്മസംസാരത്തിൽ നിന്നും നമ്മൾ കരകയറണത്. സ്മരണ മാത്രേണ, നിത്യനിരന്തരം ഒരു പൊരുളിനെ സ്മരിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മൾ മുക്തനാവും. ആ പൊരുൾ ഏതാന്ന് വെച്ചാൽ നമ്മുടെ തന്നെ സ്വരൂപം, സ്വസ്വരൂപ അനുസന്ധാനം. അതിനെയാണ് ഏകചിന്തനാത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാണബന്ധനാത് ലീനമാനസം. പ്രാണനെയൊക്കെ അഭ്യസിച്ച് നമ്മൾ കുറച്ച് മനസ്സ് ലയിക്കണം അല്ലേ? അതുകൊണ്ടാണ് സത്സംഗത്തിലിരിക്കുമ്പോൾ മനസ്സ് ലയിച്ചു പോണത്. കാരണം മനസ്സിനെ പറ്റിയേ അല്ല അവിടെ പറയണത്. മനസ്സിന് അപ്പുറത്തൊരു പൊരുൾ, വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ആ സ്പേസ് അതറിയില്ല നമുക്ക്. പക്ഷെ നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ ആ അനുഭവം നമ്മുടെ മുന്നിൽ വരും. അപ്പോ മനസ്സാണ് സർവ പ്രശ്നങ്ങൾക്കും കാരണം. അതേ മനസ്സ് തന്നെയാണ് മുക്തിക്കും കാരണമായിരിക്കുന്നത്. ഏകചിന്തനാത്, ഒരേ ഒരു ചിന്തയിലൂടെ, വേറെ ഒന്നും വേണ്ട. ഈ ചിന്തയിൽ ആര് നിത്യനിരന്തരം ഇരിക്കണോ അവൻ കരകയറുന്നു. അവന് മനസ്സില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു. മനസ്സില്ലാതാവണു എന്ന് പറഞ്ഞാൽ മനസ്സ് ആത്മാവായിട്ട് വേറെയല്ലാത്ത ഭാവം, ജീവ ബ്രഹ്മ ഐക്യം, ജീവാത്മൈക്യ സ്വരൂപം. ആ സ്വരൂപമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ സഫറിങ്. സഫറിങ്ങേ ഇല്ല. വേറൊന്നിനെയും നേടണമോ കാണണമോ അടയണമോ അറ്റൈൻ ചെയ്യണമോ എന്നൊരു ആഗ്രഹമേ അവിടെ ഇല്ല. എല്ലാം നിവർത്തിയായി, നിർവൃത്തി. നിർവൃതി എന്നാണ് പറയുന്നത്. ശാന്തി. ഇനി ഒന്നും അറിയാൻ എനിക്ക് ബാക്കിയില്ല. ഈ ഒരു ശാന്തി ഞാൻ അനുഭവപ്പെട്ടു കഴിഞ്ഞു. അനുഭവമേ എൻ്റെ സ്വരൂപമായിട്ട് ഇരുന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ദർ ഇസ് നോ മൈൻഡ്, നഷ്ടമാനസഹ. ഇനി അത് കാണണം, ഇത് ചെയ്യണം, ഇവിടെ പോകണം, അവിടെ പോകണം, ചിന്തയില്ല. ഭഗവാൻ രമണ മഹർഷിയെ തന്നെ പലരും ഹരിദ്വാറിലേക്ക് പോകാൻ, ഭഗവാനെ അവിടെ ഗംഗ ഇങ്ങനെ ഒഴുകും, നല്ല പോലെ ഗംഗ, യുവത്വമാർന്ന ഗംഗ ഒഴുകണു, ഭഗവാനെ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞപ്പോ അങ്ങ എന്നെ 6வது பூதம் இருக்கா, അങ്ങ എന്നെ 6வது பூதം இருக்கா, പഞ്ചഭൂതത്തിൽ നിന്ന് അന്യമായിട്ടൊരു ഭൂതം എന്തെങ്കിലും അവിടെ ഉണ്ടോ കാണാൻ? കണ്ടതെല്ലാം അത് തന്നെ. ഏകചിന്തനാത്. ഒരേ ഒരു പൊരുളിനെ നിത്യനിരന്തരം ചിന്ത ചെയ്തിരിക്കുമ്പോൾ തന്നെ മറ്റതൊക്കെ പോണു. അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് പ്രാണാഭ്യാസം. അതിനു വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷനാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത്. 14 ഈ ശ്ലോകങ്ങളും അത് ആചരിക്കേണ്ടതാണ്. 15ാമത്തെ ശ്ലോകം എന്താന്ന് വെച്ചാൽ സ്വസ്വരൂപമാണ്. സിദ്ധമായിട്ടുള്ളൊരു പൊരുളിനെ നമ്മൾ അറ്റൈൻ ചെയ്തിരിക്കണം. അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ
അറിഞ്ഞിരിക്കണു, ആവരണത്തിനെ നീക്കിയിരിക്കണു, അജ്ഞാനത്തിനെ മാറ്റിയിരിക്കുന്നു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ കൽപ്പന, മനസ്സിൽ വരണ സങ്കല്പ വികല്പങ്ങൾ. ഏതൊക്കെയോ ലോകത്ത് പോയി എത്താനുണ്ട്, ഇഹലോകമേ വേണ്ട, പരലോകം. ഇനി പരലോകത്തിന് മുകളിൽ ഏതോ ഇന്ദ്രാദി ലോകങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതിയിരിക്കണു പലരും. അപ്പോൾ ഇതൊരു ചിത്തവൃത്തിയാണ്. ദാറ്റ് ഈസ് ഓൾസോ എ തോട്ട്, ജസ്റ്റ് എ തോട്ടാണ്. ഒരു തോട്ടിനെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രയത്നം മുഴുവൻ നടത്തുന്നത്. ഈ യജ്ഞങ്ങൾ യാഗങ്ങളൊക്കെ ചെയ്താൽ ഇതാണ് ഫലം എന്ന് കരുതുന്നു. പക്ഷെ വാസ്തവത്തിൽ ഇതിനെ മാത്രം ഫലം എന്ന് കരുതിയിരിക്കുന്നവര് ജരാമൃത്യും തേ പുനരേവാഭിയന്തി. അവര് ജരാമൃത്യു, ജരയും മൃത്യുവും പിന്നെയും പോയി സഫറിങ്ങിൽ പോയി വീഴണു വീണ്ടും വീണ്ടും. അപ്പോ ഇവിടെ ഭഗവാൻ പറയണു മനസ്സ് എന്ന് പറയണത് ഇല്ല. എങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ ഏകചിന്തന, അത് ഒരേ ഒരു ചിന്തയിലൂടെ നോക്കിയാൽ മനസ്സ് എന്ന് പറയുന്ന പൊരുൾ അങ്ങോട്ട് ഇല്ലാതാവും. നമ്മൾ എന്ത് ചെയ്യണം? ബഹുചിന്ത. ഒരു സത്സംഗത്തിൽ പോയാലും കുറേ വാഞ്ച് തലയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ലൗകികപരമായിട്ടുള്ള വിഷയം ഓൾറെഡി സ്റ്റോർഡ് ഹിയർ. ഈ രണ്ടും കൂടെ ഉള്ള കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു ജ്ഞാനിയോ ഒരു ഗുരുക്കന്മാരോ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ നമ്മൾ പറയും എല്ലാം മനസ്സിലായി, പക്ഷേ എന്ന് പറയും. കാരണം എന്താ? ഉത്തര പക്ഷ ദക്ഷിണ പക്ഷ അല്ലേ, രണ്ട് പക്ഷത്തിലും ഇത് കയറിയിരിക്കുകയാണ്. ലൗകികം കയറിയിരിക്കണു, ആധ്യാത്മികം കയറിയിരിക്കുന്നു, സ്പിരിച്വൽ കുറെ തോട്ട്സ് കയറിയിരിക്കുന്നു, ലൗകികമായിട്ടുള്ള തോട്ട്സ് കയറിയിരിക്കുന്നു. ഈ രണ്ട് തോട്ട്സും തമ്മിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പക്ഷേ എന്ന രൂപത്തിൽ വെളിയിൽ വരുന്നത്. അതിനെ കഷായസ്ഥിതി എന്നാണ് പറയുന്നത്. ഈ രണ്ടും വന്നിട്ട് ഒന്ന് സുഖം, ലൗകികനായിട്ട് ഇറങ്ങാനും പറ്റില്ല, അധ്യാത്മമായിട്ട് പൂർണ്ണമായിട്ട് പോകാനും പറ്റില്ല, ഒരു തട, അതിന് കഷായസ്ഥിതി. അതുകൊണ്ട് ഇവിടെ കർമ്മം ചെയ്യാതിരിക്കലല്ല, ജീവിച്ചു ജനിച്ചു കർമ്മം ചെയ്തേ മതിയാവുള്ളൂ. എങ്ങനെയുള്ള കർമ്മം? പ്രാരബ്ധ കർമ്മം. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് ഡു എനിത്തിങ്. ബട്ട് പ്രാരബ്ധം ആർക്ക് എന്ന് വിചാരം ചെയ്തു നോക്കൂ. ശരീരത്തിന് പ്രാരബ്ധം, മനസ്സിന് പ്രാരബ്ധം. എനിക്ക് എൻ്റെ സ്വരൂപത്തിന് there is no പ്രാരബ്ധം, there is no ബന്ധം. ഇറ്റ് ഈസ് നിത്യമുക്തം, നിർമുക്തം, നിത്യമുക്തം, നികമശത സഹസ്രേണ നിർഭാസ്യമാനം. അത് പ്രകാശമാനമായ ഒരു പൊരുൾ. അതിനെ അറിഞ്ഞ് അതിനെ ചിന്ത ചെയ്യുമ്പോൾ തന്നെ ബാഹ്യ ചിന്തകളൊക്കെ പോയി പോകും. അല്ലെ, കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഒരിടത്ത് ഇരിക്കുമ്പോഴും മറ്റു ചിന്തയൊക്കെ പോകും. ചിലപ്പോൾ സീരിയലിൽ മുഴുകിയിരിക്കും ചിലർ, കുക്കർ വെച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. സീരിയലിൽ മുഴുകിയിരുന്ന അമ്മ മരുമകളെ അടിക്കണതൊക്കെ കണ്ടു മുഴുകി. അല്ലെ, ഇതൊക്കെയല്ലേ നമുക്കൊരു ആകാംക്ഷ. ആരെങ്കിലും തല്ലൻ. ഏതോ സത്സംഗത്തിൽ പോയി നോക്കൂ, എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സത്സംഗം നടത്തണോ, ആരും തിരിഞ്ഞു പോലും നോക്കാതെ പോകും. രണ്ടു കൂട്ടർ തമ്മിൽ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണമെന്ന് വെച്ചോളുക. ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണും. അല്ലേ, ആൾക്കാർക്ക് എന്തിലാ ഇൻട്രസ്റ്റ്? വേർ ഈസ് ദി ഇൻട്രസ്റ്റ്? ഏതിനോടാണോ ഇൻട്രസ്റ്റ് അവിടെ ആളുകൾ കൂടും. അല്ലേ, അപ്പൊ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുക്കർ ഇങ്ങനെ കരിഞ്ഞ മണം വരുമ്പോൾ ആലോചിക്കും, അയ്യോ കുക്കർ അവിടെ വെച്ചിട്ടാ വന്നിരിക്കുന്നത്. ബിക്കോസ് ഓഫ് കോൺസെൻട്രേഷൻ. ബാക്കിയെല്ലാം അറിഞ്ഞു പോയി. അല്ലെ, അവർ സീരിയലിന്റെ ഉള്ളിൽ അവരുടെ ഒരു ക്യാരക്ടറായിട്ട് ഉള്ളിലാവും അവർ. ഇതുപോലെ ഏകചിന്തനാത് നാശമിത്യത, ഒരേ ഒരു ചിന്തയിൽ നിന്ന് തന്നെ മറ്റതെല്ലാം പോയിക്കൊണ്ടേയിരിക്കും, മറ്റതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശാശ്വതമായ പൊരുളിന്, ഏകം എന്ന വാക്കിന് ആത്മാന്ന് തന്നെ അർത്ഥം. ഏകം ഏവ അദ്വിതീയം, രണ്ടില്ലാത്തതായിട്ടുള്ള ഒരു പൊരുളിന് ചിന്ത ചെയ്ത് മനസ്സില്ലാതായിരിക്കുന്ന ഒരു യോഗിക്കോ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? മാനസോത്കൃഷ്ട യോഗിന കൃത്യമസ്തിക്കും സ്വസ്ഥിതം യതഃ. മനസ്സേ ഇല്ല, there is no mind. മനസ്സേ ഇല്ലാത്തവന് എന്ത് കർമ്മം? കർമ്മമൊക്കെ പോയി, അഴിഞ്ഞു പോയി. ക്ഷിയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ.
എപ്പോ പരനും അവരനുമായിട്ടുള്ള പുണ്യപാപങ്ങളൊന്നും സ്പർശിക്കാത്തതായിട്ടുള്ള ആ ആത്മസ്വരൂപത്തിനെ കണ്ടിരിക്കണോ, തത്വത്തെ എപ്പോ ദർശിച്ചിരിക്കണോ, പിന്നെ അവന് സർവകർമ്മങ്ങളും പോയി, വീണുപോയി, കർമ്മങ്ങളെല്ലാം വീണു ഉടഞ്ഞു പോയി. അപ്പൊ കർമ്മം, എവറി ആക്ഷൻ ലീഡ്സ് ടു ആക്ഷൻലെസ്നെസ്. എല്ലാ കർമ്മവും എന്തിനാന്ന് വെച്ചാൽ കർമ്മമില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. സർവവും വൈദികമായാലും ലൗകികമായാലും എല്ലാ കർമ്മത്തിൻ്റെയും ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ ആക്ഷൻലെസ്നെസ്. എല്ലാ സ്പീച്ചിൻ്റെയും റിസൾട്ട് എന്താന്ന് വെച്ചാൽ ആക്ഷൻലെസ്നെസ്, സ്പീച്ച്ലെസ്നെസ്. റെസ്റ്റ് ഈസ് അവർ റിയൽ നേച്ചർ. പീസ്, ശാന്തി, ഇരുത്തം, ഒടുക്കം, ഇതാണ് നമ്മുടെ സ്വരൂപം. ഒടുക്കം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഒടുക്കം? മനസ്സിൻ്റെതായിട്ടുള്ള ഒടുക്കം. ഉദിച്ച ഇടത്തിൽ ഒടുക്കം. എവിടെ നിന്നാണോ ഈ മനസ്സ് ഉദിച്ചത് അതേ ഇടത്ത് ഒടുങ്ങുമ്പോഴാണ് മനസ്സിന് ശാന്തി. ഹൃസ്ഥലേ മനസ്വസ്ഥത. ഹൃദയസ്ഥലത്ത്, ഹൃദയസ്ഥാനത്ത്, ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാന്ന് തന്നെ അർത്ഥം. ഹൃതി അയം, ആനന്ദത്തിൻ്റെ ഉദ്ഭവം. എവിടെയാണോ ആനന്ദം, ദാറ്റ് പർട്ടിക്കുലർ സെന്റർ ഈസ് ആത്മ. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഭഗവാൻ വേർ ഈസ് യുവർ സെന്റർ ഓഫ് ടീച്ചിങ് ചോദിച്ചു. എവിടെയാണ് നിങ്ങളുടെ ടീച്ചിങ്ങിന്റെ കേന്ദ്രം ചോദിച്ചു. അപ്പം മഹർഷിയുടെ റിപ്ലൈ, ദി സെന്റർ ഇറ്റ്സെൽഫ് ഈസ് മൈ ടീച്ചിങ്. സെന്റർ ഇറ്റ്സെൽഫ് ഈസ് മൈ സെന്റർ ഓഫ് ടീച്ചിങ്. കേന്ദ്രം തന്നെയാണ് എൻ്റെ ടീച്ചിങ്ങിൻ്റെ സെന്റർ, വേറൊന്നുമേ അല്ല. എവിടെ നിന്നാണോ ഈ മനസ്സ് ഉദിച്ചിരിക്കുന്നത് ആ മനസ്സിൻ്റെ ഒടുക്കം തന്നെയാണ് ആത്മസ്വരൂപം. എവിടെ മനസ്സ് പോയി ലയിക്കണോ ആ ലയിക്കണ പ്ലെയിൻ. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. എവിടെയാണോ പോയി ലയിക്കണത് ആ പ്ലെയിൻ ഇറ്റ്സെൽഫ് ഭൂത്വ സ്ഥിത്വ പ്രലീനം ഏതച്ചിത്രം. ആ ഒരു പ്ലെയിൻ ഏതാണോ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആത്മാ. അതിനെ ഏതെങ്കിലും കർമ്മം കൊണ്ട് നേടണോ വേണ്ട. അതിൻ്റെ സ്വരൂപമേ സുഖമാണ്, അതിൻ്റെ സ്വരൂപമേ ആനന്ദമാണ്. സത്ത്, ചിത്ത്, ആനന്ദം. ഈ ആനന്ദത്തെ തേടിയിട്ടാണ് നമ്മൾ ഓരോ വേഷം കെട്ടിയിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആനന്ദത്തെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? ഒന്നുമേ ചെയ്യാൻ ബാക്കിയില്ല. അപ്പൊ ചുമ്മാ ഇരിക്കലാണോ വേണ്ടത്? രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ചോദിച്ചു, ഭഗവാനെ, ഞാൻ എൻ്റെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലൊരു റൂമിനകത്ത് ചുമ്മാ ഇരിക്കാൻ പോകാണ്. ഇരുന്നു പാര്, ഇരുന്ന് നോക്കൂ. പറ്റില്ല. ചുമ്മാ ഇരുന്ന് നോക്കുമ്പോഴേ അറിയുള്ളൂ മനസ്സ് ചുമ്മാ ഇരിക്കില്ല. ശരീരത്തിനെ കൊണ്ട് ഒരിടത്ത് ചുമ്മാ ഇരുത്താം, പക്ഷെ മനസ്സ് ചിന്ത ചെയ്തുകൊണ്ടിരിക്കും, ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ മനസ്സ്, ബുദ്ധി, ഇത് രണ്ടുമാണ് കോൺഫ്ലിക്റ്റ്. ഇത് രണ്ടുമാണ് ഞാൻ, എനത്. ബുദ്ധിയിലെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. എന്താ? എനത്, എൻ്റേത്. ഈ മനസ്സെന്ത് പറയും? ഞാൻ എന്ന് പറയും. ഞാൻ എനത് என்று മായം കടിത്തമായിലേ നിன்று. ഈ ഞാൻ എൻ്റേത് എന്നുള്ള ഭാവമാണ് ഗോപികയ്ക്കും കൃഷ്ണനും തമ്മിൽ 2 അങ്കുല വ്യത്യാസം വന്നിരിക്കുന്നത്. കൃഷ്ണനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 2 അങ്കുലം കുറവുണ്ട്. നമ്മുടെ സ്വാമിയുടെ കൂടെ 10-25 വർഷം കൂടെ ഉണ്ടായിരുന്ന വിശ്വനാഥൻ മാമ എന്ന് പറഞ്ഞിട്ട്, സ്വാമി ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോകാറുണ്ട് നിത്യം. എന്തൊരു ആനന്ദ സ്വരൂപം, ആനന്ദം മാത്രം. ആ സന്നിധിയുടെ ആനന്ദം മുഴുവൻ അതിൽ പ്രബലമായിട്ടുണ്ട്. വിശ്വനാഥൻ മാമ പറയും 2 അങ്കുലം എന്തെന്നറിയോ, 2 ഇഞ്ചസ് എന്തെന്നറിയോ? ഞാൻ എനത്. ഈ ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു ദൂരം, ഞാൻ എൻ്റേത്. ഈ മായം കഴിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റേത്, 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 ഇതെൻ്റേത്, 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 ഇത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ, ഞാനുമായി സംബന്ധപ്പെട്ടത്. ഈ രണ്ടുമാണ് അഭിമാനവൃത്തി. ഈ 2 അഭിമാനവൃത്തി അങ്ങോട്ട് മാറിയാൽ മനസ്സ് പോയി.
അല്ലേ? ഉറങ്ങുമ്പോൾ ഡീപ്പ് സ്ലീപ്പിൽ കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും എന്താ, ഞാൻ എൻ്റേത് ഇരിക്കണ വരയ്ക്കും എനിക്ക് ഉറക്കം വരില്ല. എപ്പോൾ ഞാൻ എൻ്റേത് ഒക്കെ പോണോ, ദർ ഈസ് സ്ലീപ്പ്, ദർ ഈസ് പീസ്, ദർ ഈസ് ശാന്തി. അപ്പൊ പ്രോബ്ലം മനസ്സാണ്. ആ മനസ്സിനെ നമ്മൾ പതുക്കെ 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 ശീലിപ്പിക്കുക. മരുന്ന് നോക്കൂ, 14 ശ്ലോകം വരയ്ക്ക് മരുന്ന് തന്നു. ഈ മരുന്നിനെ ഒറ്റയടിക്ക് അടിച്ചിട്ട് ജീവൻ മുക്തനാവാന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഒരു ഡോക്ടർ മരുന്ന് ഉപദേശിക്കുന്ന സമയത്ത് കഴിച്ച ഉടൻ നമുക്ക് പനി മാറണം നമ്മൾ ചിന്തിക്കാനേ പറ്റില്ല. വീണ്ടും വീണ്ടും കഴിക്കും. 6 ഗുളിക 6 ടൈമിൽ തന്നിട്ടുണ്ടെങ്കിൽ 6 ഗുളിക കഴിക്കും. 6ാമത്തെ ഗുളികയിൽ പനി മാറുമ്പോൾ പോയിട്ട് ഈ 6ാമത്തെ ഗുളിക ഞാൻ ആദ്യമേ കഴിച്ചിരുന്നെങ്കിലും ചോദിച്ചാൽ പൊട്ട ബുദ്ധി. പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി ഉപരത്തിഹി, അല്ലെ? ഒരു അഗ്നി നല്ല ജ്വലിച്ചു വരണ സമയത്ത് കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ ആ ജ്വലനം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എപ്പോൾ നമ്മൾ ആ നെയ്യെ കൊണ്ട് അതിൽ കൊട്ടണോ അതങ്ങ് അണഞ്ഞു പോകും. ആജ്യധാരയാ ശ്രോതസാസനം നമ്മൾ കണ്ടു. ആജ്യധാരയാണ് എന്ന് വെച്ചാൽ ഈ പതുക്കെ 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 ധാരധാര പോലെ ഇങ്ങനെ വീഴുക. ഈ വിദ്യയെ പതുക്കെ പതുക്കെ ഉള്ളിലെടുക്കുക. അത് നമ്മൾ അറിയാതെ തന്നെ ഉള്ളിൽ പരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഒറ്റയടിക്കൊന്നും ഇത് ക്ലീൻ ചെയ്യാനേ പറ്റില്ല. അത് വെറും ഭ്രമയാണ്. ഏതെങ്കിലും ഒരു സന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഓക്കെ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ എല്ലാം ആയി എന്ന് വിചാരിക്കും. ഒരു ഭ്രമയാണ്. കുറച്ച് നേരത്തേക്ക് ഇരിക്കും. ബ്രഹ്മമല്ല അത്. ബ്രഹ്മം നമ്മൾ കരുതും. ദാറ്റ് ഈസ് ഓൾ ഇല്യൂഷൻ. ഉള്ളതുപോലെ തോന്നും, പക്ഷെ ഒന്നും കൊണ്ടുപോയില്ല. കുഞ്ചുസ്വാമി എന്ന് പറഞ്ഞ മഹർഷിയുടെ കൂടെ തന്നെ ഇരുന്നു. അധികം ശാസ്ത്രവിത്താണ് അദ്ദേഹം. ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ അറിയാം. പല മഹാത്മാക്കളിൽ നിന്നുമൊക്കെ ചില ഗ്രന്ഥങ്ങളൊക്കെ കിട്ടി, പാഠമൊക്കെ കിട്ടിയ ആളാണ്. വേദത്തെക്കുറിച്ച് അറിയാം. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു നാളേക്ക് കുറേ ശാന്തി, ധാരാളം ശാന്തി അനുഭവിച്ചു മഹർഷിയുടെ അടുത്തുനിന്ന്. ഇനി വീട്ടിലേക്ക് പോവാം, ബാഗ് ഫുള്ളായി, ഫുൾ ഓഫ് ശാന്തി, ഞാൻ അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറ്റാതായി. ശാന്തിയൊക്കെ പോയി. സാധനം പറ്റാതെ, വീട്ടിലിരിക്കാൻ പറ്റാതെ താപം കൊണ്ട് ഇദ്ദേഹം തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. ഭഗവാൻ ചിരിച്ചു. ഭഗവാൻ ഒരു ചിരി മുഖത്ത്. അപ്പൊ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയപ്പോൾ പോയല്ലോ എൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, അതൊക്കെ വന്നാതാനേ പോയി പോറത്തേക്ക്, ജ്ഞാനം വന്നാലല്ലേ പോവേണ്ടി വരുള്ളൂ. വന്നിട്ടില്ല. ഇറ്റ് ഇസ് ഓൾ ഭ്രമ. ഏതോ ഒരു വെളിച്ചത്തിന്റെ മുന്നിൽ പോയിട്ട് ഏതോ ഒരു ഗ്രീൻ ലൈറ്റിന്റെ മുമ്പിൽ പോയി നിന്നാൽ നമ്മളൊക്കെ ഗ്രീൻ ആയിരിക്കണത് പോലെ ഇത് അങ്ങോട്ട് ആ സന്നിധിയിൽ നിന്ന് അങ്ങോട്ട് മാറിയാൽ ആ ഗ്രീനിഷ് എല്ലാം പോയി, അല്ലേ? പോയോ, എല്ലാം പോയല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിൽ തന്നെ നിരന്തരം ഇരിക്കുക, നിഷ്ഠനായിട്ടിരിക്കുക. ഏകചിന്തന നാശമിത്യത. അത് പരിശീലിക്കുക. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. സ്വൽപ്പമായിട്ട്, അല്പമായിട്ട്, ആജ്യധാരയ, ധാര പോലെ, വിടാത്ത ധാര പോലെ വിടാതെ പിടിച്ചുകൊള്ള. ഏതെങ്കിലും ഒരു ഉപായം കണ്ടെത്തിക്കൊള്ളാം, ഏതെങ്കിലും ഒരു ഉപാധി കണ്ടെത്തിക്കൊള്ളാം. പിന്നെ ആ ഉപാധിയെ അങ്ങോട്ട് വിടുക. ആ ഉപാധിയിലൂടെ കിട്ടുന്ന ആനന്ദത്തെ മുറുകെ പിടിച്ചിട്ട് ഉപാധിയെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്. ആനന്ദം ബ്രഹ്മത്തിൻ്റെ തന്നെ സ്വരൂപമാണ്, നമ്മുടെ തന്നെ സ്വരൂപമാണ്. അതുകൊണ്ട് ആനന്ദത്തെ മുറുകെ പിടിച്ച ഉപാധി അങ്ങോട്ട് കളയുക. ഇതാണ് അധ്യാത്മം. സർവവിദ്യകളും ഇതിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പ്രാണവിദ്യകളൊക്കെ ഇരിക്കുന്നത്. പ്രാണവിദ്യയുടെ ഉപരിതലം എന്താണെന്ന് ചോദിച്ചാൽ ചിത്തശുദ്ധിയാണ്. പ്രാണവിദ്യയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചിത്തശുദ്ധിയാണ്. അതേ പരമോന്നത ലക്ഷ്യമേ അല്ല. വൈദിക കർമ്മമൊന്നും പരമോന്നതമേ അല്ല, ശ്രേഷ്ഠമേ അല്ല. അത് ശ്രേഷ്ഠം എന്ന് കരുതുന്നതാണ് ഒരു അവിദ്യ. അവിദ്യായാം അന്തരേ വർത്തമാനാം സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാ ജംഗന്യമാനാ പരിയന്തി മൂഢാഹ അന്തേനൈവ നീയമാനാ യഥാന്താഹ. അവിദ്യായാം അന്തരേ വർത്തമാനഃ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനഃ. ഞാൻ ഇന്ന കർമ്മം ചെയ്യണ ആളാണ്, ഞാൻ 3 നേരം സന്ധ്യാവന്തനം ചെയ്യണ ആളാണ്, ഞാൻ നാമജപം ഇത്രയ്ക്ക് ചെയ്യണ ആളാണ്, നിങ്ങളുടെ പോലെ അല്ലാന്ന് കരുതി ഇരിക്കണവനുണ്ടല്ലോ, അവൻ വലിയൊരു മൂഢനാണ് അത്ര.
അവൻ ആരെങ്കിലുമൊക്കെ കൈപിടിച്ച് കൊണ്ടുപോകാന്ന് വിചാരിച്ച അന്ധന്മാര് ഒരുത്തനെ കൈപിടിച്ച് കൂട്ടി, ഒരു അന്ധനെ അന്ധൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ ഇരിക്കും. രണ്ടുപേരുടെയും കഥ ഫിനിഷ്ഡ്. അപ്പോൾ ഇതൊക്കെ ശ്രേയസ് എന്ന് കരുതും നമ്മൾ. വാസ്തവത്തിൽ അത് ശ്രേയസ്സേ അല്ല, ശ്രേയസ് മാർഗമാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ആത്മാവാണ് ശ്രേയസ്. ശ്രേയം എന്ന വാക്കിന് ആത്മാന്ന് തന്നെ അർത്ഥം, വേദ അർത്ഥം എന്നർത്ഥം. അതുകൊണ്ട് ആ പൊരുളിനെ അറിയലാണ് ഏകചിന്തനാത്ത്. ആ പൊരുളിനെ അറിഞ്ഞാൽ കൃത്യമസ്തിക്കും സ്വസ്ഥിതം യതഃ, സ്വസ്ഥമാവണം. നമ്മുടെ സ്വരൂപത്തിൽ നമ്മൾ അടങ്ങി ഒടുങ്ങണം, മനസ്സ് ഒടുങ്ങണം. അപ്പോ ശാന്തി സമൃദ്ധമൃതം. ഉപമിക്കാനേ പറ്റാത്തതായിട്ടുള്ള ശാന്തി നമ്മുടെ ഉള്ളിൽ വന്നു ചേരണു. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.